അവൻ്റെ കഴിവുകൊണ്ട് അവയെ തടയാം എന്ന് വിചാരിക്കുന്നുവെങ്കിൽ നിശബ്ദമായ തപസ്സാണ് അനിവാര്യം. തപസ്സിനുള്ള അറിവിനെ ലോകത്തിന് കൊടുക്കുകയും ലോകത്തോട് സ്റ്റേറ്റ്മെൻറ്റുകളായി പറയാം, ഇത് നിനക്കിന്ന ദോഷം വരുമെന്ന് മാത്രം. നീ ചെയ്യുന്നത് നിനക്കാണ് ദോഷം വരുന്നതെന്ന് ലോകത്തെ പഠിപ്പിക്കുകയല്ലാതെ ലോകത്തോട് എതിർത്ത് മാറ്റാനാവില്ല. അഹന്ത കൂടുകയുള്ളൂ. ഈ ശാസ്ത്ര സങ്കേതം ഭാരതത്തിൻ്റെതാണ്. അതാണ് ഭാരതം ഇതര ലോകങ്ങളിൽ നിന്ന് വേറിട്ട് നിന്നത്. അത് മുന്നോട്ട് ചെല്ലുമ്പോൾ മനസ്സിലാവും. അപ്പോ ത്രയീ എന്നാൽ രക്ഷിക്കുക, ത്രാണനം ചെയ്യുക. തനു ത്രായതേ ഇതി തന്ത്ര. തന്ത്രമെന്നാൽ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളെ രക്ഷിക്കുക. അതിൽ സ്ഥൂല ശരീരത്തെക്കാൾ സൂക്ഷ്മ ശരീരം വിപുലമാകൊണ്ട് സൂക്ഷ്മ ശരീര സംരക്ഷണം. പുരസ്ചരണാദികളൊക്കെ ആ ഉദ്ദേശത്തിലാണ് എന്ന് മുന്നോട്ട് ചെല്ലുമ്പോൾ മനസ്സിലാവും. അതുകൊണ്ട് നമുക്ക് അർത്ഥം പറഞ്ഞ് ആദ്യം പോകാം. തന്ത്ര എന്നാൽ വിശദമാക്കുക, തന്ത്ര എന്നാൽ മനസ്സിലാക്കുക എന്നൊക്കെ അർത്ഥമുണ്ട്. ഈശാന ഗുരുദേവ പദ്ധതി പ്രകാരം തന്ത്രമെന്നാൽ ശൈവ സമ്പ്രദായമാണ്. അതിന് 6 വിഭാഗങ്ങളുണ്ട്. അത് അത്രയും തൽക്കാലം മനസ്സിലാക്കിയാൽ മതി. 6 വിഭാഗവും പേര് പറയാം. അത് കാശ്മീരി തന്ത്രാഗമമാണ്. പുറകെ നമുക്ക് പഠിക്കാനായിട്ട് ഡീറ്റെയിൽഡായിട്ട് നേരം കിട്ടിയാൽ നോക്കാം, അല്ലെങ്കിൽ മറ്റൊരവസരം. പശു, പാശം, പതി, ശക്തി, വിചാരം, ക്രിയാചാരം. അറിഞ്ഞോയോ? പശു, പാശം, പതി, ശക്തി, വിചാരം, ക്രിയാചാരം. ഇവയാണ് 6. തന്ത്രാഗമങ്ങളെ പല വിധത്തിൽ തിരിച്ചിട്ടുണ്ട്. കാശ്മീരി തന്ത്രമെന്ന് പറയാൻ കാരണം അതിൻ്റെ ഉറവിടം കാശ്മീരാണ്. കല്ലടൻ മുതലായ ഒട്ടേറെ ആചാര്യന്മാരവിടെ ഉണ്ടായിട്ടുണ്ട്. അവരുടെ പേര് ചേർത്താണ് കാശ്മീരി തന്ത്രങ്ങളെ അറിയുന്നത്. ക്രിസ്തുവിന് മുമ്പാണ് ശങ്കരൻ എന്ന മതമനുസരിച്ച് ഈ തന്ത്രങ്ങൾ ക്രിസ്തുവിന് മുമ്പാണ്. തന്ത്രാഗമങ്ങളുടെ ചരിത്രം തേടി വന്ന ക്രിസ്തീയ വിശ്വാസ പ്രമാണങ്ങൾ തന്ത്രത്തിൽ അധിഷ്ഠിതമാണ്. പഞ്ചമകാരങ്ങളോടുകൂടി തന്നെ. അതുകൊണ്ട് കാശ്മീരി തന്ത്രത്തിന് ക്രൈസ്തവ സമ്പ്രദായവുമായി അഭേദ്യ ബന്ധമുണ്ട്. അദ്ദേഹത്തിൻ്റെ ആഗമനവും അവസാനവും ചേർത്ത്. ഇത് വലിയൊരു ചരിത്രമാണ്. ക്രിസ്തു തൻ്റെ വാഗ്ദത്ത ഭൂമിയായ കാശ്മീരിൽ അന്ത്യവിശ്രമം കൊള്ളുന്നുവെന്ന് കേട്ടിട്ടുണ്ട്. Am I right? കേട്ടിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ കഥകൾ വേറെയുണ്ട്. ഇത് കാശ്മീരിലാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യജീവിതം.
തന്ത്രാഗമങ്ങളോട് ബന്ധപ്പെട്ട പഠനങ്ങളിലാണ് ശ്രദ്ധേയമാകുന്നത്. കാശ്മീരി തന്ത്രം വളരെ വിപുലമാണ്. ശിവസ്പന്ദം, ശിവസൂത്രം, പ്രത്യഭിജ്ഞാദർശനം, ഇവയൊക്കെ അവിടെയാണ്. നമുക്ക് സമയമുണ്ടെങ്കിൽ പുറകെ കാണാം. കാരണം എത്രത്തോളം പറഞ്ഞു തീരുമെന്ന് എനിക്കറിയില്ല. തന്ത്രത്തിന് പലവിധ ഭാവങ്ങളുണ്ട്. അവ വൈഷ്ണവതന്ത്രം, ശൈവതന്ത്രം, ശാക്തേയതന്ത്രം എന്നിങ്ങനെയുണ്ട്. സംഹിത, ആഗമം, തന്ത്രമെന്ന് ഇവയെ യഥാക്രമം വിളിക്കുകയും ചെയ്യാം. വൈഷ്ണവതന്ത്രങ്ങളെ സംഹിതകളെന്ന് പറയാറുണ്ട്. ശൈവതന്ത്രങ്ങളെയാണ് ആഗമങ്ങളെന്ന് വിളിക്കാറുള്ളത്. ശാക്തേയത്തെ തന്ത്രമെന്ന് തന്നെയാണ് വിളിക്കാറുള്ളത്. തന്ത്രങ്ങളെ ആഗമമെന്നും നിഗമമെന്നും വിളിക്കാറുണ്ട്. ആഗമം ശിവൻ ഗുരുവും പാർവതി ശിഷ്യയുമായി ഉണ്ടായിട്ടുള്ള തന്ത്രമാണ്. ശിവപാർവതിമാരുടെ നിലയിൽ ശിവപാർവതി സംവാദം ആഗമവും, പാർവതി ശിവന് പറഞ്ഞു കൊടുക്കുന്നത് നിഗമവുമാകും. വിഷ്ണുക്രാന്ത, രാധാക്രാന്ത, അശ്വക്രാന്ത, ഗജക്രാന്ത എന്നിങ്ങനെ അവയുടെ ഉൽപ്പത്തി സ്ഥാനമനുസരിച്ച് അവയെ തിരിച്ചിട്ടുണ്ട്. ഈ തന്ത്രങ്ങളെ പലരും പലതാണ് പറയുന്നത്. വിന്റർനിറ്റ്സിന്റെ അഭിപ്രായത്തിൽ 6-ാം നൂറ്റാണ്ടാണ് ക്രിസ്തുവിന് ശേഷം. അവ അതിനൊക്കെ മുമ്പുള്ളതാണ്. ചാണക്യന്റെ തന്ത്രമൊക്കെ ഈ വഴിയിലുള്ളതല്ല. അതിൽ പ്രജാതന്ത്രമനുസരിച്ചുള്ള വിഷയങ്ങളാണ്. അതുകൊണ്ട് അതിൻ്റെ വഴി വേറൊരു ശാഖയാണ്. വിന്റർനിറ്റ്സും മറ്റു പല പാശ്ചാത്യ പണ്ഡിതന്മാരും 6-ാം നൂറ്റാണ്ടിനു ശേഷമാണ് തന്ത്രാഗമങ്ങളുടെ കാലമെന്ന് നിർണയിച്ചിട്ടുണ്ട്. ആ നിർണയത്തിൻ്റെ പിന്നിൽ സരസ്വതി ഭാഷ ലിപി, സരസ്വതി ലിപിയാണ് തന്ത്രങ്ങളിൽ പ്രാചീന ഗ്രന്ഥങ്ങളിൽ പലതിലും കിട്ടിയിട്ടുള്ളത്. സരസ്വതി ലിപി വംഗദേശത്തിൻ്റെ ലിപിയാണ്. അതുകൊണ്ട് വംഗദേശമാണ് തന്ത്രങ്ങളുടെ ആദിമ രംഗവേദി എന്നല്ല പാശ്ചാത്യർക്ക് അഭിപ്രായമുണ്ട്. ആ അഭിപ്രായത്തെ ഭാരതീയർ പലരും ശരിവെച്ചിട്ടുണ്ട്. എന്നാൽ അത് പൂർണ്ണമായി ശരിയാണ് എന്ന് വിശ്വസിക്കാൻ പറ്റാത്ത തെളിവുകൾ വരെ ധാരാളമുണ്ട്. ആ വിഷയങ്ങളൊക്കെ നമുക്ക് അടുക്കിൽ പറയാം. നിങ്ങൾ ശ്രദ്ധിച്ചിരുന്ന് കേട്ടിട്ട് അവസാനം ചോദിക്കാനാണ് പേപ്പർ ഞാൻ തന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ ചോദ്യത്തിലൂടെ ഞാൻ പോകും. ഒടുവിൽ 1-2 പേരുടെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞുള്ളൂ, ഞങ്ങൾക്ക് പഠിക്കാനുള്ളത് പഠിച്ചില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ എന്നെ കുറ്റം പറയരുത്. Am I right? Am I right? രണ്ടിലേത് വേണമെങ്കിൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. രണ്ടും എനിക്കിഷ്ടമാണ്. അപ്പോ രാധാക്രാന്ത, വിഷ്ണുക്രാന്ത, രാധാക്രാന്ത, അശ്വക്രാന്ത, ഗജക്രാന്ത എന്നിങ്ങനെ അവയുടെ ഉൽപ്പത്തി സ്ഥാനമനുസരിച്ച് അവയെ തിരിച്ചിട്ടുണ്ട്. 64 തന്ത്രങ്ങൾ ഈ ഉൽപ്പത്തിയുള്ളവയെന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട്. അതിന് അർത്ഥങ്ങൾ നമ്മൾ വിചാരിക്കുന്നതല്ല. വിഷ്ണു എന്ന് പറഞ്ഞാൽ കടലിയാനമെന്നാണ് അർത്ഥം.
യാനമെന്ന് പറഞ്ഞാൽ യാത്രയ്ക്ക് ഉപകരിക്കുന്ന പേടകം. നിങ്ങൾക്ക് വേണമെങ്കിൽ കപ്പലെന്നോ ബോട്ടെന്നോ ഒക്കെ വിളിക്കാം. രാധ എന്നാൽ തേരെന്നാണ് അർത്ഥം. ഇതൊക്കെ നമ്മൾ അറിയാതെ പഠിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒന്നും ഒരർത്ഥവും മനസ്സിലാവില്ല എന്ന് സാരം. സങ്കേതാർത്ഥത്തിൽ എഴുതിയിട്ടുള്ള ഗ്രന്ഥങ്ങളാണ് ഇവയൊക്കെ. ഇവയുടെ ഹെഡിങ് വായിച്ചിട്ട് ആധുനിക രീതിയിൽ ഏതെങ്കിലും പുസ്തകത്തിൻ്റെ ഹെഡിങ് മാത്രം വായിച്ചിട്ട് അതെനിക്കറിയാം എന്ന് പറയുന്ന പോലെ എളുപ്പത്തിൽ പറയാനൊന്നും പറ്റുകയില്ലാത്ത വിധം സങ്കേതാർത്ഥത്തിലാണ് ഇതിൻ്റെ ആചാര്യന്മാർ എഴുതിയിട്ടുള്ളത്. അശ്വം എന്നാൽ കുതിര എന്ന് തന്നെയാണ്. ഗജം എന്നാൽ ആന. അത് സ്ഥാനങ്ങളുണ്ട് അവയ്ക്ക്. ഏതാണ്ട് വിഷ്ണുക്രാന്ത എന്ന് പറയുന്ന പ്രദേശം ഒരു ഏരിയയുടെ പേരാണത്. അവിടെ കടൽ യാനമായി ഉപയോഗിച്ചിരുന്ന ഉപകരണത്തിന്റെ പേരിലാണ് ആ പ്രദേശം അറിയപ്പെടുന്നത്. വിന്ധ്യാപർവ്വതം മുതൽ കട്ടല വരെ ഉള്ള സ്ഥലമാണ്. ആധുനിക രീതിയാ പറഞ്ഞാൽ ചിറ്റഗോങ് മുതൽ ബംഗ്ലാദേശ് വരെ. മറ്റേ പേര് നിങ്ങൾക്ക് നല്ല പരിചയമായിരിക്കില്ല. വിന്ധ്യൻ മുതൽ അവിടെയൊക്കെ കാണുന്ന വിന്ധ്യാചലവാസിനി മുതലായ ക്ഷേത്രങ്ങളും കാളിക്കോ മുതലായ സ്ഥലങ്ങളും ഉദയഗിരി കോട്ടയുമൊക്കെ പ്രതാപ ഐശ്വര്യങ്ങളോടുകൂടി നിലനിന്നിരുന്ന താന്ത്രിക ജീവിതത്തിൻ്റെ സ്മരണകൾ ഉണർത്തുന്നവയാണ്. രേവാംദ്രക്ഷസ്യുപല വിഷമേ വിന്ധ്യപാദേ വിശിറാം എന്ന് കാളിദാസൻ എഴുതുമ്പോൾ രേവാനദിയുടെ ജലത്തുള്ളികൾ വിന്ധ്യന്റെ കാൽപാദങ്ങളിൽ വന്ന് തെറിച്ച് മണിമുത്തുകളായി വീഴുമ്പോൾ കാളിദാസ ഭാവനയും മറ്റും തന്ത്രരഹസ്യമുള്ളതായി മാറും. അതൊരു സാഹിത്യഗ്രന്ഥമെന്ന നിലയിൽ ആധുനികനായ ഒരു കവി പാശ്ചാത്യവും പൗരസ്ത്യവുമായ സാഹിത്യം പഠിച്ച് ക്ലാസ്സിൽ പഠിപ്പിച്ചാൽ ഒരാടുമേയ്ക്കുന്നവന്റെ നാവില് നാരായം കൊണ്ടെഴുതിയ ദേവതാസങ്കല്പത്തിന്റെ അത്യുദാരങ്ങളായ ഭാവങ്ങൾ കാവ്യസരിത്തിൽ ഒഴുകുന്നത് അനുഭൂതി വിശേഷമായി മനസ്സിലാക്കാനാവില്ല. അതിൻ്റെ അനുഭൂതികൾക്ക് ഭാവോന്മീലനം വരണമെന്നുണ്ടെങ്കിൽ കാളിദാസരുടെ പാരമ്പര്യപ്രതിഷ്ഠിതമായ താന്ത്രികമായ അറിവിൻ്റെ അന്തസ്ഥിത ചൈതന്യത്തിലൂടെ തേരോടിക്കുവാൻ കഴിവ് നേടിപ്പടിക്കണം. ഇങ്ങനെ പോണോ? എൻ്റെ അന്ധവിശ്വാസങ്ങൾ നിങ്ങൾ പഠിച്ച് നശിക്കണോ? നിർബന്ധമാണെങ്കിലാവാം. എനിക്ക് വിരോധമില്ല, അല്പം പോലും സന്തോഷമേ ഉള്ളൂ. പക്ഷെ ഞാനതിന് നിർബന്ധിക്കില്ല. ഒരാളും താൻ അറിയാതെ പോകരുതാത്തൊരു പന്ഥാവാണ് തന്ത്രത്തിന്റെ പന്ഥ. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോ വിന്ധ്യൻ മുതൽ കട്ടല വരെയുള്ള പ്രദേശം വിഷ്ണുക്രാന്ത എന്നറിയപ്പെടുന്നത് അവിടെയാണ്. ഈ പ്രദേശത്തെ
16 ദളങ്ങളുള്ള താമരയായാണ് താന്ത്രികർ കാണുന്നത്. അല്ലാതെ നിങ്ങൾ കാണുന്നത് പോലെ ഭൂവിഭാഗമായല്ല. മുകളിൽ നിന്നുകൊണ്ട് ഈ ഭൂവിഭാഗത്തെ കണ്ടാൽ 16 ദളങ്ങൾ വിടർന്നു നിൽക്കുന്ന താമരയായി കാണാൻ പറ്റും. വിന്ധ്യനും ചുറ്റുപാടുമെല്ലാം താമരയായും അതിലൂടെ ഒഴുകുന്ന നദി ആ താമരയുടെ തണ്ടായും കാണുവാൻ കഴിയുന്ന ഭാവനാവിശേഷമുള്ളവൻ വിന്ധ്യനിലിരുന്ന് തപം ചെയ്യുമ്പോൾ വിന്ധ്യാചലവാസിനിയായ ദേവി അവൻ പ്രത്യക്ഷയാണ്. അവന്റെ ഹൃത്കമലത്തിൽ അവൾ കയറിയിരിക്കും. ഇതൊക്കെ തന്ത്രാരാധനയുടെ രഹസ്യമറിയുന്നവൻ ആനുഭൗതികമെന്ന് പറയുമ്പോൾ കേൾക്കുന്നവൻ ഭ്രാന്തെന്ന് പറഞ്ഞു പോകും. രണ്ടും ശരിയാണ്. അതിലാണ് നിങ്ങൾ എന്നോട് വിയോജിക്കാവുന്നത്. ആനുഭൗതിക സത്തയുടെ അന്തരിന്ദ്രിയ ദൃഷ്ടി പിതൃപൈതാമഹ സംപ്രാപ്തമായി ലഭിച്ചവന്റെ അറിവിലത് അനുഭൂതിയും, അതില്ലാത്തവന്റെ ഭൗതിക ദൃഷ്ടികോണത്തിലത് ഭ്രാന്തുമാണ്. അത് സരസ്വതിയുടെ ഇരിപ്പിടമാണ്. ആനുഭൗതികമായതറിഞ്ഞവന്റെ നാവില് സരസ്വതി തത്തിക്കളിക്കും. അതുകൊണ്ടാണ് പൗരാണിക ഭാരതം കുട്ടികളെ കുട്ടിക്കാലത്ത് തന്നെ വിന്ധ്യാചലത്തിൽ കൊണ്ടുപോയി ഇരുത്തി കാളിദാസാദി കവികുലം കണ്ട ലോകങ്ങളെ വർണ്ണിച്ച് കടന്നു പോന്നിട്ടുണ്ട്. ഇന്നതൊക്കെ നേടാൻ ഹിലെയർ ബെല്ലക്കിനും സോമർസെറ്റ് മോമിനും T.H. ലോറൻസിനുമൊക്കെ പറ്റുന്നുള്ളൂ എന്നതാണ് ഈ ഇതിവൃത്തത്തിൻ്റെ മനോഹാരിത. ഭൗതിക സമ്പാദ്യങ്ങൾക്ക് വേണ്ടി വഴക്കുണ്ടാക്കിയും പെരുത്തു സമ്പാദിച്ചും ഓടുന്ന ഭാരതീയന് കാണാൻ കഴിയാത്ത ഭാരതീയ പൈതൃകത്തിൻ്റെ അന്തർധാരയിലൂടെ അല്പവസ്ത്രധാരികളായി കടന്നുവന്ന് ഈ ഭൂതഭൗതിക പ്രപഞ്ചത്തിലൊന്നുമല്ല സത്യമിരിക്കുന്നതെന്നോർത്ത് അന്വേഷിക്കുന്ന പാശ്ചാത്യൻ്റെ അന്തർമണ്ഡലങ്ങളിൽ മാത്രമാണ് പൗരാണിക ഭാരതീയ തന്ത്രാഗമങ്ങളുടെ നാദവും ശ്രുതിയും ലയവും നിലകൊള്ളുന്നതെന്നും അതിലൂടെയാണ് ലോകം ഇത് കാണാൻ ശ്രമിക്കുന്നതെന്നും കാണുന്നതൊരു വിധിവൈപരീത്യമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ചിന്തിക്കാം, നിങ്ങൾ പിള്ളേരെ മുഴുവൻ സമ്പാദിക്കാൻ വിടുമ്പോൾ സമ്പാദ്യങ്ങളറ്റ പാശ്ചാത്യൻ അറിവിന്റെയും അനുഭൂതിയുടെയും ലോകങ്ങളിലൂടെ സഞ്ചരിക്കുവാൻ ബ്രാഹ്മണങ്ങളുടെയും ബ്രാഹ്മണ്യത്തിന്റെയും അത്യപൂർവ ഭൂമിയിലൂടെ സഞ്ചരിക്കുകയാണ്. രണ്ട് രാധാക്രാന്ത, വിന്ധ്യൻ മുതൽ
നേപ്പാളം ഉൾപ്പെടെ മഹാചീനം വരെ, മഹാചീനം എന്ന് പറയുന്നത് ചൈനയാണ്, പഴയ പേരതാണ്. മധ്യകാല യുഗത്തിൽ ചൈന അറിയപ്പെട്ടിരുന്നത് അങ്ങനെയാണ്. ആ സ്ഥലമാണ് രാധാക്രാന്ത്. 12 ദളങ്ങളുള്ള ഒരു പത്മം പോലെയാണ് അത് വിടർന്നു നിൽക്കുന്നത്. അശ്വക്രാന്ത വിന്ധ്യൻ മുതൽ മഹാസമുദ്രം വരെ മഹാസിദ്ധസാരതന്ത്രത്തിൽ പടിഞ്ഞാറ് കാരതോയ സമുദ്രം വരെ, പഴയ പേരാണത്. ദിനാജ്പൂർ, പശ്ചിമ ബംഗാൾ, ആ ഏരിയ. കിഴക്ക് യവദ്വീപം, ജാവ, യവദ്വീപം, ജാവ. തന്ത്രാഗമങ്ങളിൽ അദ്വിതീയരായ ചില പണ്ഡിതന്മാർ ഇതിൽ പേർഷ്യയും ഈജിപ്തും പെടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്രയും സ്ഥലം ഉൾപ്പെടുന്ന ഭാഗങ്ങളിൽ അനുവർത്തിച്ചു പോന്നിരുന്ന തന്ത്രം ഇന്ത്യ എന്ന ഭാരതമെന്ന മഹാസാമ്രാജ്യത്തെ തന്ത്രാഗമങ്ങൾ കൊണ്ട് കാലമായും ദേശമായും തിരിച്ചു പഠിച്ചിരുന്ന പഠനരീതിയെ വെച്ചാണ് ഈ തന്ത്രങ്ങളുടെ നിലനിൽപ്പുള്ളത്. അതിക്രമങ്ങൾ കൊണ്ടും അനുഷ്ഠാന വൈകല്യങ്ങൾ കൊണ്ടും ധർമ്മം വെടിഞ്ഞുള്ള ജീവിതം കൊണ്ടുമൊക്കെ നഷ്ടപ്പെട്ട ഒരു കാലഘട്ടത്തെ തന്ത്രം നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. അതുകൂടെ നിങ്ങൾ അറിഞ്ഞുകൊള്ളട്ടെ എന്ന് വിചാരിച്ച് മാത്രമാണ് ഇത് പറഞ്ഞത്. അശ്വക്രാന്ത പോലെ തന്നെ ആ ഭൂവിഭാഗത്തിലെ പേർഷ്യയും ഈജിപ്തും ഒഴിവാക്കി ഗജക്രാന്ത. ഇങ്ങനെ ഭൂവിഭാഗങ്ങളായി തിരിച്ചാണ് തന്ത്രങ്ങളുടെ കാലവും ദേശവും ഗണിച്ചിരുന്നത്. തന്ത്രം 2 വിധത്തിലുണ്ട്. സദാഗമതന്ത്രങ്ങളും അസദാഗമതന്ത്രങ്ങളും. രാധാക്രാന്ത വിന്ധ്യൻ മുതൽ നേപ്പാളം മുതൽ മഹാചീന വരെ. മഹാചീനം എന്നുള്ളത് മെഡീവൽ പീരീഡിൽ ചൈനയ്ക്കുള്ള പേരാണ്. അതിലേറ്റവും പേരുകേട്ട 2 സ്ഥലങ്ങളാണ് വിഷ്ണുക്രാന്തയും രാധാക്രാന്തയും ആരാധനാ സമ്പ്രദായത്തിൽ. വിന്ധ്യനും നേപ്പാളവും എല്ലാം വരുമ്പോൾ കാശ്മീരെല്ലാം അതിൽ പെടും. അവിടെ ഉണ്ടായ തന്ത്രാഗമങ്ങളൊക്കെ വളരെ വിപുലങ്ങളാണ്. അതിൽ തന്ത്രാഗമങ്ങളെ സദാഗമങ്ങളെന്നും അസദാഗമങ്ങളെന്നും തിരിക്കും. സദാഗമതന്ത്രം, അസദാഗമതന്ത്രം. സദാഗമതന്ത്രം സ്വേശ്വരങ്ങളാണ്, അസദാഗമതന്ത്രം നിരീശ്വരങ്ങളാണ്. ഈശ്വരപരങ്ങളായ, ഈശ്വരാരാധനാപരങ്ങളായ തന്ത്രങ്ങളാണ് സദാഗമതന്ത്രങ്ങൾ. അങ്ങനെ അല്ലാത്തവ
അസദാഗമ തന്ത്രങ്ങൾ, അല്ലെങ്കിൽ ആസ്തിക തന്ത്രങ്ങൾ, നാസ്തിക തന്ത്രങ്ങൾ, വൈദിക തന്ത്രങ്ങൾ, അവൈദിക തന്ത്രങ്ങൾ. അതിലെ വൈദിക തന്ത്രങ്ങളെ തന്നെ മൂർത്തിഭേദമനുസരിച്ച് ശാക്തം, ശൈവം, സൗരം, ഗാണപത്യം, വൈഷ്ണവം എന്നിങ്ങനെ തിരിക്കാം. അതിലെ സൗരതന്ത്രങ്ങളെയാണ് മാഗധ, നളന്ദ വിഭാഗങ്ങളിൽ നിലനിന്നിരുന്ന സൗരതന്ത്രങ്ങളെയാണ് ക്രിസ്തു പഠിച്ചെടുത്തിട്ടുള്ളത്. അതാണ് യൂറോപ്യൻ ഭൂവിഭാഗത്തിലേക്ക് വളരെ പെട്ടെന്ന് പ്രചലിതമായത്. അതുകൊണ്ട് തന്നെയാണ് എതിർക്കുന്നവന്റെ ഉള്ളിൽ പോലും നടുക്കമുണ്ടാക്കും വിധം ക്രിസ്തീയ തന്ത്രം, സൗരതന്ത്രം ഹൃദയാകർഷകമായിത്തീരുന്നു. ആഗമങ്ങളെയും അവയുടെ വികാസങ്ങളെയും പരിണാമങ്ങളെയും നന്നായി മനസ്സിലാക്കാതെയും അവയെ വേണ്ടതുപോലെ പഠിക്കാതെയും ജനവിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്നു എന്നുള്ളതാണ് ആധുനികതയുടെ ഏറ്റവും വലിയ ശാപം. പരസ്പരം ഏറ്റുമുട്ടുമ്പോഴും തൻ്റെ കാമനകളോട് യോജിച്ചു നിൽക്കുമെങ്കിൽ ഈ ആരാധനാ സമ്പ്രദായങ്ങളിലെല്ലാം നിലനിന്നുകൊണ്ട് അഭിപ്രായ ഭേദമില്ലാതെ കച്ചവടം നടത്തിപ്പോരുന്നു ആധുനികർ എന്നത് മറ്റൊരു രീതിവിധാനമാണ്. Am I right? അങ്ങനെ എനിക്ക് പറയാമോ? അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഓരോരുത്തനും അവനവൻ്റെ മതവും വിശ്വാസങ്ങളും നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരുമിച്ച് കച്ചവടം ചെയ്യുവാനും ഒരുമിച്ച് അന്യനെ പറ്റിക്കുവാനും യാതൊരു മടിയുമില്ലാത്ത ഭാരതത്തിൽ അതിന് പറ്റാത്ത വേളകളിലെല്ലാം ഇവർ തമ്മിലടിക്കുമെന്നുള്ളത് പ്രത്യേകതയാണ്. ഇങ്ങനെയുള്ള നുറുങ്ങുകൾ ഒഴിവാക്കാവുന്നതാണല്ലേ. അപ്പോ വൈദിക തന്ത്രങ്ങളെ തന്നെ സൗരം, ഗാണപത്യം, വൈഷ്ണവം എന്നിങ്ങനെയൊക്കെ തിരിക്കാം. ശാക്തതന്ത്രങ്ങൾ മഹാവിദ്യകളെ അടിസ്ഥാനമാക്കി ശാക്തേയ തന്ത്രത്തെ തന്നെ മഹാവിദ്യകളെ അടിസ്ഥാനപ്പെടുത്തി 10 തിരിക്കാം, 10 വിഭാഗങ്ങളായി തിരിക്കാം. അതിൽ ഏറ്റവും ശ്രേഷ്ഠമായി എണ്ണുന്നത് ഷോഡശി തന്ത്രമാണ്. അതിനെയാണ് ശ്രീവിദ്യാതന്ത്രമെന്ന് പറയുന്നത്.
അതിൽ സ്രോതസ്, പീഠം, ആംനായമനുസരിച്ച് തിരിക്കുന്നതും സമ്പ്രദായമാണ്. പീഠം, സ്രോതസ്, പീഠം, ആംനായം ഏത് വേദമാണ് എന്നൊക്കെ ഉള്ളതനുസരിച്ച് ഏത് സമ്പ്രദായ പീഠത്തിൽപ്പെട്ടതാണ്. ദ്വാരക തുടങ്ങിയത് പീഠങ്ങളാണ്. ഏതാണ് അതിൻ്റെ സ്രോതസ്, അതിൻ്റെ ഈ പരമ്പര? അങ്ങനെയാണ് സമ്പ്രദായം നിലനിൽക്കുന്നത്. കാരണം സാമ്പ്രദായികമായി താൻ ഏതിൽ നിന്നാണ് ആവിർഭവിച്ചത് എന്നുള്ളതിൻ്റെ സ്മരണ വരുമ്പോഴേ അസ്നാവിരം അറിവ് വരുള്ളൂ.